ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. ലൂക്കോസിൻ്റെ സുവിശേഷം 10-ാം അധ്യായം അതിൻ്റെ 20-ാമത്തെ വാക്യം, എങ്കിലും ഭൂതങ്ങൾ നിങ്ങൾക്ക് കീഴടങ്ങുന്നതിലല്ല, നിങ്ങളുടെ പേർ സ്വർഗത്തിൽ എഴുതിയിരിക്കുന്നതിലത്രേ സന്തോഷിപ്പീൻ. യേശു കർത്താവ് 70 ശിഷ്യന്മാരെ തിരഞ്ഞെടുക്കുന്ന ഒരു ഭാഗം ലൂക്കോസിൻ്റെ സുവിശേഷം 10-ാം അധ്യായത്തിൻ്റെ 1 മുതൽ കാണുന്നുണ്ട്. കർത്താവ് 70 പേരെ തിരഞ്ഞെടുത്ത് ഈരണ്ടായിട്ട് കർത്താവിൻ്റെ നാമത്തിനു വേണ്ടി, ദൈവ മഹത്വത്തിനു വേണ്ടി അയക്കുകയാണ്. എന്നാൽ ഈ പോകുന്ന ശിഷ്യന്മാർ തിരിച്ചു വന്നിട്ട് കർത്താവിനോട് പറയുകയാണ്, കർത്താവേ, നിൻ്റെ നാമത്തിൽ ഭൂതങ്ങളിൽ ഞങ്ങൾക്ക് കീഴടങ്ങുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ യേശു പറയുകയാണ്, സാത്താൻ മിന്നൽ പോലെ ആകാശത്തുനിന്ന് വീഴുന്നത് ഞാൻ കാണുന്നു. നിങ്ങളുടെ മേൽ കിടക്കുന്ന അധികാരം, നിങ്ങളുടെ മേൽ കിടക്കുന്ന അഭിഷേകം, ഇതൊക്കെയാണ് സത്യമാണ്. എന്നാൽ യേശു പറയുന്നു, ഇതിലൊന്നും അല്ല കാര്യം. ഇതൊക്കെയും എൻ്റെ നാമം പറയുമ്പോൾ സംഭവിക്കും. നിങ്ങളുടെ മേൽ കിടക്കുന്ന അധികാരത്തിൽ ഇതൊക്കെ സംഭവിക്കും. എന്നാൽ രണ്ടുപേരായി പോയി കർത്താവിൻ്റെ വേലയൊക്കെ ചെയ്ത് മടങ്ങി വരുമ്പോൾ കർത്താവ് പറയുന്നു, നിങ്ങൾ ചെയ്തതൊക്കെ ശരിയാണ്, പക്ഷേ ജീവൻ്റെ പുസ്തകത്തിൽ സ്വർഗത്തിൽ നിങ്ങളുടെ പേരെഴുതുന്നതിലാണ് നിങ്ങൾ സന്തോഷിക്കേണ്ടത്. ഭൂതങ്ങൾ കീഴടങ്ങുന്നതിലോ രോഗസൗഖ്യം നടക്കുന്നതിലോ കടഭാരം മാറുന്നതിലോ ഒന്നുമല്ല പ്രിയരെ. ദൈവത്തിൻ്റെ സന്നിധിയിൽ നിത്യരാജ്യത്തിനകത്ത് ഒരുക്കപ്പെട്ട ഭവനത്തിനകത്ത് പ്രവേശിക്കാൻ പാകത്തിന് അനുഗ്രഹിക്കപ്പെട്ടൊരു ജീവിതം നയിച്ച് പുസ്തകത്തിൽ പേരുള്ളവനായി നിത്യതയിലോട്ട് പ്രവേശിപ്പാൻ ദൈവം കൃപ ചെയ്യട്ടെ. വിശ്വസിക്കുക, പ്രാർത്ഥിക്കുക. ദൈവം വിശ്വസ്തൻ. ഗോഡ് ബ്ലെസ് യു.